നേരത്തെ തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്നു. അതിൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നു. 20കാരൻ നേരത്തെ സംശയനിഴലായ 20കാരൻ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. 6 വയസ്സുകാരൻ അസഭ്യം പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ കുളത്തിലേക്ക് തള്ളിയിട്ടു എന്ന് കസ്റ്റഡിയിലുള്ള മാള സ്വദേശി ജോജോ പോലീസിന് മൊഴി നൽകിയെന്നാണ് പുതിയ വാർത്ത. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, അപ്പോൾ 20 വയസ്സുകാരൻ കൊലപ്പെടുത്തിയെന്ന് സമ്മതിക്കുന്നുണ്ട്, കൊലപാതകമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വൈരാഗ്യമുണ്ടായി, അത് ഈ പറയുന്നത് പോലെ അസഭ്യം പറഞ്ഞു ഈ കുട്ടി എന്നാണ്. പക്ഷെ അതിപ്പോൾ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം 6 വയസ്സുള്ള ഒരു UKG വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോജോ ഇപ്പോഴും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല പശ്ചാത്തലമുള്ള ആളല്ല ഈ ജോജോ എന്നുള്ളതാണ് പോലീസും പറയുന്നത്. ബൈക്ക് മോഷണം അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ജോജോ എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. ആദ്യം നൽകിയ മൊഴി താൻ അതുവഴി പോയപ്പോൾ ഈ അബേലിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ്, വീടിന്റെ സമീപത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ജോജോ. താൻ അതുവഴി പോയപ്പോൾ തന്നെ ഈ കുട്ടി അസഭ്യം പറയുകയും അതിന്റെ പേരിൽ ഇയാൾ ഈ കുട്ടിയെ വഴക്ക് പറയുകയും ചെയ്തു. അതിന്റെ ബാക്കി പ്രശ്നം എന്നുള്ള നിലയിലാണ്, വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തായി ആബേൽ ഓടുന്നതും ഈ ജോജോ ഓടുന്നതും അതിന്റെ തൊട്ടു പിന്നാലെ ആബേൽ ഓടുന്നതുമായ ഒരു ദൃശ്യമാണ് പോലീസ് കണ്ടിട്ടുള്ളത്. അതിന് തുടക്ക ഭാഗത്ത് തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ ഇവർ രണ്ടുപേരും കൂടെ ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായി കാണുന്നത് ജോജോ ഓടുന്നു, അതിന് പിന്നാലെ ആബേൽ ഓടുന്നു. എന്താണ് ഇങ്ങനെ ജോജോയ്ക്ക് പിന്നാലെ ആബേൽ ഓടാനുണ്ടായ കാരണം എന്നുള്ളതാണ് പ്രധാനമായി പോലീസ് ഇപ്പോൾ ഈ ജോജോയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ ഒരു വ്യക്തമായ മറുപടി ജോജോ ഇതുവരെ പോലീസിന് നൽകിയിട്ടില്ല. ഇയാൾ ഇപ്പോഴും എന്തോ ഒരു ലഹരിയുടെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ള സംശയം കൂടി പോലീസും പറയുന്നുണ്ട്. എന്നാൽ അത് പോലീസിന് വ്യക്തമാകാൻ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഈ ജോജോയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തായാലും മരിച്ചത് 6 വയസ്സുകാരനായ UKG വിദ്യാർത്ഥിയാണ്. പോലീസ് വിശദമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. എന്തായാലും അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.